എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണച്ചാ. വസുവിന്റെ മറുപടിയിൽ ഞെട്ടി നിൽക്കുകയാണ് ശ്രീലകത്തുള്ളവർ. വസു, ഞങ്ങൾക്ക് വേണ്ടി നീ നിന്റെ അഭിപ്രായം മറച്ചു പിടിക്കരുത്. നിന്നെ ഇവിടെ ആരും ഒന്നും പറയില്ല. മോള് അതോർത്ത് പേടിക്കണ്ട. നിനക്ക് പഠിക്കാനല്ലേ ആഗ്രഹം? അതിനിടയിൽ വിവാഹം, അത് വേണോ? ദാസൻ വസുവിനോട് എടുത്തു ചോദിച്ചു. ദാസനിൽ കണ്ണും നട്ടിരുന്ന വസുവിന്റെ മുഖം കൃഷ്ണൻ തന്റെ നേരെ തിരിച്ചു പിടിച്ചു. മോളെ, ഈ വൃദ്ധനെ ധർമ്മസങ്കടത്തിലാക്കരുത്. എന്നെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി പെട്ടെന്നൊരു തീരുമാനമെടുക്കരുത്. എന്റെ കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ അച്ഛനും സമ്മതമാ. ഒരിക്കലും എന്റെ കുട്ടിയുടെ ആഗ്രഹത്തിനപ്പുറം ഞാൻ പ്രവർത്തിക്കില്ല. വസുവിന്റെ ശിരസിലൂടെ കൃഷ്ണൻ കൈ ഓടിച്ചു. ഒരിക്കൽ പറ്റിപ്പോയ തെറ്റ് ഇനിയും ആവർത്തിക്കാൻ കൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വസുവിനെ വിവാഹത്തിന് കൃഷ്ണൻ നിർബന്ധിച്ചിരുന്നുമില്ല. അച്ഛാ, ഞാൻ നിങ്ങളുടെ നിർബന്ധപ്രകാരമല്ല ഈ വിവാഹത്തിന് തയ്യാറാണെന്ന് പറഞ്ഞത്. അജിയേട്ടൻ ഈ ശ്രീലകത്ത് വന്ന ദിവസം അന്നു മുതൽ അദ്ദേഹം എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ചേച്ചിയുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ അജിയേട്ടൻ അത് എന്നെ അറിയിക്കുകയും ചെയ്തു. ആദ്യമൊക്കെ അജിയേട്ടന്റെ സ്നേഹം അംഗീകരിക്കാൻ എനിക്കായില്ല. പിന്നീട് എപ്പോഴോ ഞാൻ പോലും അറിയാതെ അജിയേട്ടൻ എൻ്റെ മനസ്സിൽ കടന്നുകൂടി. പതിയെ എൻ്റെ ഹൃദയവും അജിയേട്ടന്റെ പ്രണയത്തെ കൊതിച്ചു തുടങ്ങി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല, ഉള്ളിൽ തോന്നിയ ഒരു മോഹം. പക്ഷേ എനിക്കും ആ ഇഷ്ടം തിരിച്ചുണ്ടെന്ന് അജിയേട്ടൻ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ സ്നേഹം നിങ്ങളെ ബാധിക്കുമോ എന്ന ഭയം, നിങ്ങൾ ഈ ബന്ധത്തിന് എതിര് നിൽക്കുമോ എന്ന തോന്നൽ. വെറുതെ ഞാനായി ഒരു പ്രതീക്ഷ നൽകി ആ മനസ്സിനെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി. വസുവിന്റെ വാക്കുകൾ ശ്രീലകത്തെ ഒരു നിമിഷം നിശ്ചലമാക്കി. ഒന്നും പറയാനാവാതെ, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അവർ അമ്പരന്നു പോയിരുന്നു. കൃഷ്ണൻ പതിയെ തന്റെ ചാരുകസേരയിലേക്ക് വന്നിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചിരുന്ന കൃഷ്ണന്റെ കാൽപാദങ്ങളിൽ ഒരു നനവ് തോന്നിയതും കൃഷ്ണൻ അവളെ നോക്കി. തന്റെ അച്ഛന്റെ കാലിൽ വീണു കിടക്കുകയാണ് വസു. അവൾ ചെറുതായി വിതുമ്പുന്നതും കൃഷ്ണൻ ശ്രദ്ധിച്ചു. കൃഷ്ണൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മോളെ. അച്ഛാ, ഞാൻ നിങ്ങളെ ആരെയും വേദനിപ്പിക്കണമെന്ന് കരുതി ചെയ്തതല്ല. അറിയാതെ ഒരിഷ്ടം തോന്നിപ്പോയി. എങ്ങനെയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. സമയമാകുമ്പോൾ അജിയേട്ടൻ തന്നെ ഈ കാര്യം എല്ലാവരോടും പറയാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഇതിപ്പോ അവരായി വിവാഹം ആലോചിച്ചതല്ലേ, അതാ ഞാൻ. ബാക്കി പറയാതെ അവൾ ദയനീയതോടെ കൃഷ്ണനെ നോക്കി. ഏട്ടാ, അവൾ പറയുന്നത് പോലെ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുത്തൂടെ? വിവാഹം കഴിഞ്ഞാലും അവർ പഠിപ്പിക്കാമെന്നും പറഞ്ഞിരുന്നുവല്ലോ. അവൾ കയറി ചെല്ലുന്നത് ദ്വാരകയിലേക്കാണ്. ഒരിക്കലും അവൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ലക്ഷ്മിക്കുട്ടി പറഞ്ഞതും പ്രഭാവതിയും വസുവിനെ അനുകൂലിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. അതേ കൃഷ്ണേട്ടാ, നമ്മുടെ വേദ, അവളും ദ്വാരകയിൽ സന്തോഷവതിയായിരുന്നു. ആ കുടുംബത്തിൽ അവൾക്ക് കിട്ടിയിരുന്ന വാത്സല്യവും സ്നേഹവും കരുതലുമൊക്കെ നമ്മളോടും അവൾ പങ്കുവച്ചില്ലേ? ഇപ്പോഴും ദ്വാരകയിലെ ഓരോരുത്തരും നമ്മളോട് എത്ര നന്നായാണ് പെരുമാറുന്നത്. കുട്ടികൾ മരിച്ചിട്ടും നമ്മുടെ സുഖവിവരം അന്വേഷിക്കാൻ രഘുരാമൻ ഇപ്പോഴും ഇവിടേക്ക് വരാറില്ലേ? മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഇല്ല, അതാണ് ദ്വാരക. ദ്വാരകയിൽ ജീവിക്കാൻ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞില്ല. അവളുടെ സമയദോഷം. അല്ലെങ്കിൽ എപ്പോഴും ഒറ്റയ്ക്ക് കൂട്ടുകാരനെ കാണാൻ പോകുന്ന ആദി, അന്ന് അവളെയും കൂടെ കൂട്ടി പോകാനും അന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാനും. അത്രയും പറഞ്ഞതും പ്രഭാവതി പൊട്ടിക്കരയാൻ തുടങ്ങി. ലക്ഷ്മിക്കുട്ടി അവരെ ചേർത്ത് നിർത്തി. ഇതിപ്പോ അവരായി തന്നെ ആലോചിച്ചു വന്നതല്ലേ. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നുമുണ്ട്. വിവാഹം കഴിഞ്ഞാലും അജി തിരികെ പോകുകയും പിന്നീട് വന്ന് വസുവിനെ അവന്റെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്യുമെന്നല്ലേ അവര് പറഞ്ഞത്. ആ സമയം കൊണ്ട് വസുവിന്റെ പഠനവും കഴിയും. എല്ലാം കൊണ്ടും ഈ ആലോചന നല്ലതല്ലേ? മാലതി ദാസനെയും കൃഷ്ണനെയും നോക്കി പറഞ്ഞു. കൃഷ്ണൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വസുവിന്റെ ഒഴുകിയിറങ്ങിയ കണ്ണുനീര് തുടച്ചു മാറ്റി. എന്റെ കുട്ടി സങ്കടപ്പെടേണ്ട. നിന്റെ തീരുമാനം അതാണ് എന്റെയും തീരുമാനം. നിനക്ക് അജയ് ഇഷ്ടമാണെന്ന് വെച്ചാ അങ്ങനെ.
എന്റെ കുട്ടിയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കട്ടെ. എന്താ ദാസ നിന്റെ അഭിപ്രായം? വസുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിച്ചതും ദാസൻ അവരെ നോക്കി മെല്ലെ ചിരിച്ചു. കൃഷ്ണന്റെ സമ്മതം എല്ലാവരും ആഗ്രഹിക്കുന്നതായിരുന്നു. പ്രഭാവതിക്കും ലക്ഷ്മിക്കുട്ടിക്കും മാലതിക്കും ഒരുപോലെ സന്തോഷം തോന്നി. എങ്കിലും പ്രഭാവതിയുടെ മുഖം അല്പം മങ്ങി തന്നെ ഇരുന്നു. ഇതിലിപ്പോ ഞാൻ എന്തു പറയാനാ മാമേ? എന്റെ വായാടിയുടെ ഇഷ്ടം എന്റെയും ഇഷ്ടമല്ലേ? നമുക്ക് ഈ വിവാഹത്തിന് ഒരു എതിർപ്പുമില്ലെന്ന് ദ്വാരകയിൽ അറിയിക്കാൻ നാളെ തന്നെ മാഷിനോട് പറയാം, അല്ലേ മാമേ? ദാസൻ പറഞ്ഞതും വസു ഓടി വന്ന് ദാസന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. തന്റെ അനുജത്തിയെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു ദാസൻ. അയ്യേ, എന്റെ കുറുമ്പി പെണ്ണ് കരയുവാണോ? ഷേ, നാണക്കേട്. നീ എങ്ങനെയാടി ഒരു കുടുംബജീവിതമൊക്കെ നയിക്കുന്നേ? എന്തായാലും ആ അജിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവളെ ജീവിതകാലം മുഴുവനും അവൻ സഹിക്കണ്ടേ? പ്രഭാവതിയുടെ സങ്കടം മനസ്സിലാക്കിക്കൊണ്ട് സന്ദർഭം ഒന്ന് ശാന്തമാക്കാൻ ദാസൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും മെല്ലെ ചിരിച്ചു. വസു ദാസന്റെ നെഞ്ചിൽ ഒരു കടിയും കൊടുത്തു. എനിക്കറിയാമായിരുന്നോടോ അവർ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന്. അതിന് വേണ്ടതൊക്കെ ഈ രഘുരാമൻ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. എന്റെ കണക്ക് കൂട്ടലുകളൊന്നും അങ്ങനെ പാഴായി പോകാറില്ല. അഥവാ അങ്ങനെ പാളിപ്പോയാൽ അത് നേരെയാക്കാനും ഈ രഘുരാമൻ അറിയാം. കയ്യിൽ കരുതിയ ഒരു ഗ്ലാസ് മദ്യത്തിൽ നോക്കി രഘുരാമൻ പറഞ്ഞു. അവന്റെ തൊട്ടടുത്തായി ഭരതനും ഇരിപ്പുണ്ടായിരുന്നു. ഭരതൻ ഒരു ഗ്ലാസ് മദ്യം കണ്ണും പൂട്ടി വിഴുങ്ങി. മദ്യത്തിന്റെ രുചിയിൽ ഒന്ന് പൊളഞ്ഞുകൊണ്ട് അടുത്തിരുന്ന കപ്പയും മീനും സ്വാദിഷ്ടമായി ഒന്ന് രുചിച്ചു. മദ്യത്തിന്റെ കയ്പിൽ നിന്നും ഒരു മോചനം പോലെ. സത്യം പറഞ്ഞ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. കൃഷ്ണൻ സമ്മതിച്ചാലും ദാസൻ സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൻ തടസ്സം നിൽക്കുമെന്ന് തന്നെയാ ഞാൻ കരുതിയേ. പക്ഷേ പെണ്ണിന് അജിയ മാത്രം മതിയെന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ ദാസനൊന്ന് അടങ്ങിയത്. എന്തായാലും നന്നായി. എന്റെ കൈ നഷ്ടപ്പെടുത്തിയ വേദാൻഷിക്ക് മധുര പ്രതികാരം എന്ന പോലെ വസുന്ധരയെ ഞാൻ നിന്റെ മുന്നിലേക്ക് ഇട്ടുതരും രഘുരാമ, അധികം വൈകാതെ. അറുത്തുമാറ്റിയ തന്റെ വലത് കൈ നോക്കി ദേഷ്യത്തോടെ ഭരതൻ പറഞ്ഞു. ഇപ്പോഴും എനിക്ക് ദേഷ്യം തീരുന്നില്ല രഘുരാമ. ഈ കൈ കാണുമ്പോ എനിക്ക് അവളെ ഉപദ്രവിച്ചതൊന്നും പോരാന്നൊരു തോന്നൽ. നശിപ്പിക്കണം എല്ലാം. അവൾക്ക് വേദനിക്കണമെങ്കിൽ അവൾ സ്നേഹിക്കുന്നവരെ ദ്രോഹിക്കണം. വസുന്ധര, വേദാൻഷിക്ക് അവൾ മകളെ പോലെയാ. വസുന്ധരയ്ക്ക് വേദനിച്ച വേദാൻഷിക്കും വേദനിക്കും. വസുന്ധരയെ വെറുതെ വിടരുത് രഘുരാമ. വേദാൻഷിയോട് ചെയ്തതിനേക്കാൾ 3 ഇരട്ടി നീ വസുന്ധരയോട് ചെയ്യണം. നരകതുല്യമായിരിക്കണം അവളുടെ ജീവിതം. അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം. അതീവ ദേഷ്യത്തോടെ ഭരതൻ പറഞ്ഞതും രഘുരാമൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കി ചിരിച്ചു. എടോ മാഷേ, അവളെ ഉപദ്രവിക്കാനല്ലല്ലോ, സ്നേഹിക്കാനല്ലേ ഞാൻ അവളെ ദ്വാരകയിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ സ്നേഹം മതിവരുവോളം ഞാൻ അവൾക്ക് കൊടുക്കും. എനിക്ക് മടുപ്പ് തോന്നുന്ന നിമിഷം അവളെയും കൂട്ടി പോകാൻ ഞാൻ അജിയോട് പറയും. പിന്നെ അവര് പോയി ജീവിക്കട്ടെ എവിടാന്ന് വെച്ചാ. രഘുരാമ, താൻ എന്താടോ ഇത്ര ലാഘവത്തോടെ പറയുന്നേ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ എന്നോട് പറഞ്ഞിരുന്നത്. വേദയോടുള്ള പ്രതികാരം വസുന്ധരയോട് തീർക്കുമെന്നല്ലേ? എന്നിട്ടിപ്പോ നീ എന്താ അവളെ വിട്ടുകളയുന്നത്? ഭരതൻ പറഞ്ഞത് കേട്ട് രഘുരാമൻ പൊട്ടിച്ചിരിച്ചു. രഘുരാമന്റെ ഭാവവ്യത്യാസങ്ങൾ ഭരതന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒന്നും അറിയാതെ ഭരതൻ രഘുരാമനെ മിഴിച്ചു നോക്കി നിന്നു. എടോ മാഷേ, തനിക്ക് ബുദ്ധിയില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് ചിന്തിക്കാനുള്ള അവസരമെങ്കിലും ആ തലയ്ക്കൊന്ന് കൊടുക്കടോ. അങ്ങനെയെങ്കിലും അതൊന്ന് പ്രവർത്തിക്കട്ടെ. രഘുരാമൻ തന്നെ കളിയാക്കി പറഞ്ഞതും ഭരതനും ദേഷ്യം വന്നിരുന്നു. എങ്കിലും ഭരതൻ ദേഷ്യം കടിച്ചമർത്തി. കാരണം രഘുരാമനെ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ ഇതിനോടകം തന്നെ ഭരതന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എടോ, ഈ രഘുരാമനെ ഒരല്പനിമിഷമെങ്കിലും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയതിന് വേദാൻഷിക്ക് കൊടുക്കാൻ പോകുന്ന
ഏറ്റവും വലിയ ശിക്ഷയും വേദനയും എന്താണെന്നറിയാമോ? അവൾ പൊന്നുപോലെ കൊണ്ടു നടന്ന അവളുടെ അനുജത്തിയുടെ മാനം. അത് ഈ രഘുരാമൻ ഓരോ തവണ കവർന്നെടുക്കുമ്പോൾ അവൾ വേദനിക്കും. ഒന്നും ചെയ്യാനാവാതെ ആ തകടിൽ കിടന്ന് അവൾ വീർപ്പുമുട്ടും. അവസാനം എനിക്ക് മടുക്കുമ്പോൾ എൻ്റെ എച്ചിൽ അജിക്കിട്ട് കൊടുക്കും. പിന്നെ അവളുടെ ജീവിതം എൻ്റെ ഭിക്ഷയല്ലേ. അജിയുടെ കൂടെ സുഖമായി ജീവിക്കുമ്പോഴും എൻ്റെ കൂടെ കിടന്നതിൻ്റെ ഗന്ധം ഒരിക്കലും അവളിൽ നിന്ന് മായുന്നില്ലല്ലോ. അതെന്നും ഒരു നോവായി വേദാൻഷിയിൽ കിടക്കും. ഒന്നും ചെയ്യാൻ കഴിയാതെ അവൾ ആ തകിടിൽ തന്നെ ഇരിക്കും. പതിയെ അവളുടെ പ്രതികാരവും അവസാനിക്കും. അല്ലെങ്കിലും ഇനി എന്തിനാ പ്രതികാരമെന്ന് അവൾ ചിന്തിക്കും. പ്രതികാരവുമായി അവൾ വന്നാ വസുന്ധര സത്യങ്ങൾ അറിയും. അറിഞ്ഞാ അവൾ പിന്നെ ജീവനോടിരിക്കുമോ? ഇല്ല. അപ്പോ വീണ്ടും നഷ്ടം അവൾക്ക് തന്നെയാ. ആർത്തി ചിരിച്ചുകൊണ്ട് രഘുരാമൻ പറയുമ്പോൾ ഭരതൻ അവനെ മിഴിച്ചു നോക്കി നിന്നു. ഒന്നോർത്ത വേദാൻഷിക്ക് കൊടുക്കാവുന്നതിലും അനുയോജ്യമായ ശിക്ഷ ഇത് തന്നെയാണെന്ന് ഭരതൻ ചിന്തിച്ചു. ഭരതന്റെ ചുണ്ടിലും ക്രൂരമായ ചിരി വിടർന്നു. ജീവിതകാലം മുഴുവൻ അവളെ കൂടെ കിടത്തണമെന്നൊന്നും എനിക്കില്ലടോ ഭരത. അവളുടെ ജീവിതം ദ്വാരകയിൽ ഞാൻ നരകതുല്യമാക്കിയാൽ ഞാൻ പടുത്തുയർത്തിയ എൻ്റെ അഭിമാനവും മറ്റുള്ളവരുടെ മനസ്സിലുള്ള എൻ്റെ സ്ഥാനവും നഷ്ടമാവും. അതുമാത്രമല്ല, പിന്നെ ഞാൻ മോഹിക്കുന്ന ഒരു പെണ്ണിനെയും എനിക്ക് സ്വന്തമാക്കാനും കഴിയില്ല. അതുകൊണ്ട് എൻ്റെ ഈ മുഖം മറ്റാരും അറിയരുത്. അറിഞ്ഞാ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വിവേകപൂർവം കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോടോ? രഘുരാമൻ പറഞ്ഞതും ഭരതൻ തലയാട്ടി ചിരിയോടെ നിന്നു. എങ്കി ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം അങ്ങ് നടത്താം. എന്താ രഘുരാമ? ഷേ, വിഡ്ഢിത്തം പറയാതെടോ. വിവാഹം പെട്ടെന്ന് നടത്താൻ അജി വേണ്ടേ ഇവിടെ? അവൻ വരാൻ 2-3 മാസം പിടിക്കുമെന്നാ പറഞ്ഞത്. എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ശ്രീലകത്തുള്ളവർ സമ്മതം അറിയിച്ചു എന്ന് അവനോട് പറയണം. കൂടാതെ വസുന്ധരയ്ക്ക് അവനെ ഇഷ്ടമാണെന്ന് കൂടി അറിയുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ വരുമായിരിക്കും. എങ്കി ഇപ്പൊ തന്നെ അവനെ വിളിച്ചു പറ രഘുരാമ. കുഴഞ്ഞ നാവോടെ ഭരതൻ പറഞ്ഞതും രഘുരാമൻ അവനെ രൂക്ഷമായി നോക്കി. ഈ പാതിരാത്രിക്കോ? ഒന്ന് പോടോ. താനൊന്ന് അടങ്ങ്. എല്ലാം പറയാം. ആവോളം കാക്കാമെങ്കിൽ വേവോളം കാത്തൂടെ. വെപ്രാളം വേണ്ട. എല്ലാം അതിൻ്റെതായ വഴിയിലൂടെ ചെയ്യണം. ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. ഇവിടെ തൻ്റെ ഉപദേശം വേണ്ട. ഞാൻ പറയും, അത് താനങ്ങ് അനുസരിച്ചാൽ മതി. പറഞ്ഞത് മനസ്സിലായോ? രഘുരാമൻ ഒരു താക്കീതോടെ പറഞ്ഞതും ഭരതൻ അതനുസരിച്ച് ഒരു കുട്ടിയെപ്പോലെ അവന് മുന്നിൽ നിന്നു. ദിവസങ്ങൾ കടന്നുപോയി. രഘുരാമൻ അജിയോട് കാര്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ വിളിച്ചറിയിച്ചു. അജിക്ക് ആദ്യം വിശ്വാസം വന്നില്ല എങ്കിലും പിന്നീട് അവൻ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരിക്കൽ പോലും വസുന്ധരയിൽ നിന്നും അങ്ങനെ ഒരു നോട്ടമോ അവൻ ആഗ്രഹിച്ച ഉത്തരമോ കിട്ടിയിരുന്നില്ല. പെട്ടെന്ന് തനിക്കുള്ള സ്നേഹം അവൾക്കും തന്നോടുണ്ടെന്ന് അവൻ അറിഞ്ഞപ്പോ എത്രയും വേഗം വസുന്ധരയെ കാണാൻ അവന്റെ മനസ്സ് കൊതിച്ചു. ദാസൻ ആനന്ദനെ വിവരം അറിയിക്കുകയും വിവാഹ തീയതി തീരുമാനിക്കുമ്പോൾ അതിനോടടുപ്പിച്ച് താൻ അവിടെ വരാമെന്നും ആനന്ദം അറിയിച്ചു. പിന്നീട് ശ്രീലകത്ത് വിവാഹ ചർച്ചകളും മറ്റുമായി നഷ്ടപ്പെട്ടു പോയ അവരുടെ സന്തോഷം പതിയെ തിരിച്ചു വരുവാൻ തുടങ്ങി.